സർ, ഈ റഷ്യ ഉക്രൈൻ യുദ്ധം ശരിക്കും പറഞ്ഞാൽ റഷ്യയുടെ ആയുധ വിപണിയെ വല്ലാതെ പിടിച്ചുലച്ചു. പക്ഷേ ഇവിടെ ഇസ്രയേലും പലസ്തീനും തമ്മിൽ, അല്ലെ ഹമാസും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നു, യുദ്ധം ഉണ്ടാകുന്നു. ഇത് ഇസ്രയേലിൻ്റെ ആയുധ വിപണിക്ക് വളർച്ചയും സമ്മാനിക്കുന്നു. എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾ പോലും ആയുധങ്ങൾക്കായിട്ട് ഇപ്പോൾ ആശ്രയിക്കുന്നത് ഇസ്രയേലിനെയാണ്. അതെന്താ അങ്ങനെ ഒരു മാറ്റം? അതെന്താണെന്ന് വെച്ചാൽ ഒരു യുദ്ധം എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കും. ഓരോ ആയുധങ്ങൾ യുദ്ധത്തിൽ എത്രമാത്രം നാശം വിതയ്ക്കുന്നു എന്നുള്ളതാണല്ലോ മികവ് പുലർത്തുന്നു, അല്ലെ, മികവിന്റെ ലക്ഷണം. അപ്പോൾ ഇസ്രയേലിന്റെ ആയുധങ്ങൾ ഒന്നാം തരമാണെന്ന് അറബ് രാജ്യങ്ങൾക്ക് പോലും തോന്നിയിട്ട് അറബ് രാജ്യങ്ങളും കൂടി വാങ്ങിക്കുന്നു. നമ്മൾ ഈ ഇന്ത്യയിൽ ഈ സുഡാപ്പികളും ഒക്കെ കാണിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ, അല്ലേ? നമ്മുടെ ആയുധങ്ങളും മികവ് കാണിച്ചു പാകിസ്ഥാനെതിരെ, അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യയെ വിമർശിച്ചിരിക്കുന്നു. മറുവശത്ത് എന്താണ്, അറബ് രാജ്യങ്ങൾ പോലും ഇസ്രയേലിന്റെ ആയുധമാണ് വാങ്ങിക്കുന്നത്. ഉദാഹരണത്തിന് UAE, ബഹ്റൈൻ, മൊറോക്കോ, സുഡാൻ, ഇവരെല്ലാം വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഈ മൊത്തം 2024 ഈ ആയുധങ്ങൾ ഇസ്രയേൽ വിറ്റതിൽ 12% അറബ് രാജ്യങ്ങൾക്കാണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ അബ്രഹാം ഉടമ്പടി പ്രകാരം സാധാരണ ബന്ധത്തിലായല്ലോ പല അറബ് രാജ്യങ്ങളുമായിട്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ആണ് ഈ വർധന വന്നിരിക്കുന്നത്. ബന്ധം നോർമലായി. 2023 അറബ് രാജ്യങ്ങൾക്ക് ഈ മൊത്തം കൊടുത്തതിൽ 3% മാത്രമായിരുന്നു. അതാണ് 12% കൂടിയിരിക്കുന്നത്. UAE, ബഹ്റൈൻ, മൊറോക്കോ, സുഡാൻ എന്നീ രാജ്യങ്ങൾക്ക് 2024 ഇസ്രയേൽ കൊടുത്തിരിക്കുന്നത് $1.8 ബില്യൺ വരുന്ന ആയുധങ്ങളാണ്. 15,442 കോടി രൂപയുടെ ആയുധങ്ങൾ അറബ് രാജ്യങ്ങൾ വാങ്ങിച്ചിരിക്കുന്നു ഇസ്രയേലിൽ നിന്ന്. UAE പോലെ ഒരു പ്രധാനപ്പെട്ട രാജ്യം, ബഹ്റൈൻ പോലൊരു പ്രധാനപ്പെട്ട രാജ്യം ഇസ്രയേലിൽ നിന്ന് ആയുധം വാങ്ങുന്നു. എന്നിട്ടാണ് നമ്മൾ ടാറ്റ ഇസ്രയേലിന് ആയുധം കൊടുക്കുന്നതിനോട് ഇവിടുത്തെ സുഡാപ്പികൾക്കെതിരെ ആദ്യം അവര് UAEയിലും ബഹ്റൈനിലും പോയി പ്രതിഷേധം നടത്തട്ടെ. അത് ചെയ്യില്ല. കാരണം നട്ടെല്ലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണല്ലോ. അത് മാത്രമല്ല, ടാറ്റ വേറെ എത്രയോ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്, അതിനകത്തൊന്നും ഇവർക്ക് പ്രശ്നമില്ല. അതെ, ആദ്യം UAEയും ബഹ്റൈനും ആയുധം വാങ്ങുന്നു ഇസ്രയേലിൽ നിന്ന്. അത് പറ്റില്ല എന്ന് അവിടെ പോയി പറയട്ടെ. അവിടെയും ധാരാളം മലപ്പുറംകാരും ഒക്കെ ഇല്ലേ, അവര് പറയട്ടെ. അപ്പൊ മൊറോക്കോ എൽബിറ്റ് കമ്പനി ഉണ്ടല്ലോ ഇസ്രയേലിലെ, അറ്റ്മോസ് ഹോവിറ്റ്സേഴ്സ് എന്ന് പറഞ്ഞ പീരങ്കികൾ വാങ്ങിച്ചു. $229 മില്യൺ എന്ന് പറയുമ്പോൾ 1964 കോടി. വലിയ ഡീലായിരുന്നു അത് മൊറോക്കോയുടേത്. മൊറോക്കോ സത്യത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു രാജ്യമാണ്. ഈ ഈദിന് ആടുകളെ അറക്കരുത് എന്ന് പറഞ്ഞിട്ട് രാജാവിന്റെ ഉത്തരവ് വന്നിട്ടുണ്ട് മൊറോക്കോയില്. കാരണം ഒരു ആടിന് അവിടെ ഇന്ത്യൻ കറൻസി നോക്കുകയാണെങ്കിൽ 54,000 രൂപയുണ്ട് ഇപ്പോൾ. കാരണം അവിടെ 38% ആടുകളും ഈ വരൾച്ചയൊക്കെ വന്നപ്പോഴേ ചത്തുപോയി. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനത്തെ രാജ്യത്ത് 1964 കോടി രൂപയ്ക്ക് പീരങ്കികൾ മേടിച്ചിട്ടുണ്ട് ഇസ്രയേലിൽ നിന്ന്. മുൻപ് പൾസ് റോക്കറ്റ് സിസ്റ്റം ഇസ്രയേലിൽ നിന്ന് മൊറോക്കോ മേടിച്ചിട്ടുണ്ട്. അതുപോലെ IAIയുടെ ബറാക്ക് MX സിസ്റ്റം, പിന്നെ റെക്കണസൈൻസ് ഉപഗ്രഹം, അതും ബറാക്ക് മിസൈലുകളും ഒക്കെ മേടിച്ചിട്ടുണ്ട് മൊറോക്കോ. അപ്പൊ ഗാസയിലെ യുദ്ധം ആയുധ വിപണിയിലെ വലിയ കുതിച്ചുചാട്ടത്തിന് കാരണമായി ഇസ്രായേലിനെ സംബന്ധിച്ച്. നേരത്തെ പറഞ്ഞ പോലെ യുക്രൈൻ യുദ്ധം റഷ്യയുടെ ആയുധ വിപണിയിലെ സ്ഥാനം ഇടിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഗാസയിൽ മാത്രമല്ല യുദ്ധം ചെയ്ത് കഴിവ് തെളിയിച്ചതേ, ഹിസ്ബുല്ലക്കെതിരെ അല്ലേ, ലെബനനില്, പിന്നെ ഹൂത്തികൾക്കെതിരെ, ഇറാനില്, ഖമനേയ്ക്കെതിരെ ഒക്കെ ആയുധങ്ങൾ കഴിവ് തെളിയിച്ചു. ഇപ്പൊ സിപ്രി എന്ന് പറയുന്നത് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സിപ്രി, അവർ ഇടയ്ക്കിടയ്ക്ക് ഈ റിപ്പോർട്ടുകൾ പുറത്തിറക്കും ഈ ആയുധ വിൽപ്പനയുടെയൊക്കെ. ആ സിപ്രിയുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത് ആഗോള ആയുധ വിപണിയിൽ 2020-24 3.1% മറ്റേ വർധന വന്നിട്ടുണ്ട്. ഇന്ത്യ, അമേരിക്ക, ഫിലിപ്പീൻസ് 3 വൻ
രാഷ്ട്രങ്ങൾ. ആ 3 വൻ രാഷ്ട്രങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വാങ്ങുന്ന രാജ്യങ്ങൾ. അതിൽ 3.1% വർധന വന്നിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് മൊത്തം ആയുധ വിൽപ്പന ഇസ്രയേലിൻ്റെ ഇരട്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റഷ്യയിലെ യുദ്ധം കാരണം 92% ആയുധ കയറ്റുമതി ഇടിയുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ വലിയ തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. 92%. 2024 ഇസ്രയേൽ 14.8 ബില്യൻ്റെ ആയുധ വിൽപ്പനയാണ് നടത്തിയിരിക്കുന്നത്. 1.28 ലക്ഷം കോടി രൂപയുടെ ആയുധ വിൽപ്പന ഒരു വർഷം ചെയ്തിരിക്കുന്നത്. 2023 അത് 13 ബില്യൺ മാത്രമായിരുന്നു. 1.11 ലക്ഷം കോടി. അതാണ്. അതായത് വർഷത്തിൽ 13% വർധന ഉണ്ടായിട്ടുണ്ട് 2024 മൊത്തം കയറ്റുമതിയിൽ. ആഗോളതലത്തിൽ ഇസ്രയേൽ വിരുദ്ധ വികാരം ഉണ്ടാക്കാനുള്ള ശ്രമം ഏശിയില്ല. അത് ഈ മറ്റേ സ്റ്റുഡിയോയുടെ കാര്യത്തിലും അങ്ങനെയാണല്ലോ, ഏശാൻ പോകുന്നില്ല. അപ്പോൾ 2019-23 റഷ്യൻ കയറ്റുമതി പാതിയായിട്ട് കുറഞ്ഞിരിക്കുകയാണ് 4 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക്. പിന്നെ ജെയിംസ് ടെൻ ഫൗണ്ടേഷൻ്റെ കണക്കിൽ പറയുന്നത് 2021-24 92% കയറ്റുമതി, ആയുധ കയറ്റുമതി റഷ്യയുടേത് ഇടിഞ്ഞു. അത് യുക്രൈൻ യുദ്ധം, മറ്റ് രാജ്യങ്ങളുടെ ഉപരോധം, ആയുധം വാങ്ങാൻ പാടില്ലല്ലോ, അമേരിക്കയും യൂറോപ്പും ഉപരോധം, പണപ്പെരുപ്പ, പിന്നെ ഫണ്ടിങ് പ്രശ്നങ്ങൾ, അതാണ് ബാങ്ക് ട്രാൻസാക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രശ്നമാണല്ലോ. അപ്പോൾ ആ ഗ്യാപ്പിലാണ് ഇസ്രയേൽ കയറിയിരിക്കുന്നത്. ഇസ്രയേലിനെതിരെ ഇങ്ങനത്തെ ഉപരോധങ്ങളും കാര്യങ്ങളും ഇല്ലല്ലോ. യൂറോപ്പ് വലിയ വിപണിയായി. ഇസ്രയേലിൻ്റെ 54% മൊത്തം ആയുധ കയറ്റുമതിയിൽ 54% യൂറോപ്പിലേക്കാണ്. 2023 അത് 35% മാത്രമായിരുന്നു. എന്ന് പറയുമ്പോൾ 19% കൂടിയിട്ടുണ്ട്. 2024 യൂറോപ്പിലേക്ക് 8 ബില്യൺ 2024 കയറ്റി അയച്ചു. $8 ബില്യൺ ആയുധം 68,633 കോടി രൂപ വരും. അമേരിക്കയിലേക്ക് 4.6 ബില്യൺ ആയിരുന്നു 2023. അപ്പോൾ ഇസ്രയേൽ ജർമ്മനിക്ക് കൊടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധ കയറ്റുമതി. ആരോ 3 എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വ്യോമ കവചം ആണത്. ഇസ്രയേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ആണ് നിർമ്മിച്ചത്. 3.8 ബില്യൺ കരാർ. എന്ന് പറയുമ്പോൾ 32,601 കോടി രൂപ ആണ് ഏറ്റവും വലിയ ഡീല് യൂറോപ്പിലേക്ക്. ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കരാറുമാണത്. അപ്പോൾ യൂറോപ്പ് പൊതുവെ ഈ മറ്റേ ഇസ്രയേൽ വിരുദ്ധമാണല്ലോ ഹമാസിൻ്റെ കാര്യങ്ങളിലൊക്കെ ആക്രമണത്തിൽ. പക്ഷെ ആയുധം വാങ്ങുന്നതിൽ ഒരു വിഷമവും യൂറോപ്പ് കാണിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഇസ്രയേലിനെ അറബ് രാജ്യങ്ങൾ കൂടി കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മറ്റ് ചില രാജ്യങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു അസൂയ എതിർപ്പൊക്കെ ഉണ്ടാവില്ലേ? കാരണം ഇസ്രയേലിനെ അംഗീകരിക്കാത്ത ചില രാജ്യങ്ങൾ അറബ് മേഖലയിൽ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾ, തുർക്കി പോലെയൊക്കെയുള്ള രാജ്യങ്ങൾ. അപ്പോൾ അവരുടെ ഈ പ്രതിഷേധമോ അല്ലെ അവരുടെ എതിർപ്പോ ഒന്നും നമ്മൾ മാനിക്കുന്നില്ല എന്ന് നിലവിൽ ഈ അറബ് രാജ്യങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുർക്കിയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ തന്നെ 2 ചേരി അറബ് രാജ്യങ്ങളിൽ ഉണ്ടെന്നും തുർക്കി ഒരു ചേരി വികസിപ്പിച്ചെടുക്കുന്നുണ്ടെന്നും നമുക്കറിയാം. അതെ, മിഡിൽ ഈസ്റ്റിൽ സൗദിയുടെ നേതൃത്വത്തിൽ വേറൊരു ചേരി ഉണ്ടല്ലോ. ആ ചേരിക്ക് വിരുദ്ധമായ ചേരിയാണ് തുർക്കി ചേരി. തുർക്കി ചേരിയിൽ അസർബൈജാൻ, പാകിസ്ഥാൻ, മലേഷ്യ, ഇന്തോനേഷ്യ ഇങ്ങനെ. പക്ഷെ ഈ മലേഷ്യ, ഇന്തോനേഷ്യയൊക്കെ അങ്ങനെ കൂട്ടേണ്ടതില്ല, ചെറിയ രാജ്യങ്ങളാണ് അല്ലേ. ചെറിയ രാജ്യത്തിന്റെ മാത്രമല്ല, ഇന്ത്യയുമായിട്ട് തുർക്കിക്കുമായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ കച്ചവടം നമ്മളുമായിട്ടുണ്ട്. അവിടെ നിന്ന് ഒരാളാണല്ലോ നമ്മുടെ റിപ്പബ്ലിക്, അത് അതിഥിയൊക്കെ ആയിട്ട്. അതെ അതെ സാർ. പക്ഷെ അപ്പോഴും ഈ അറബ് രാജ്യങ്ങൾ ഉൾപ്പെട്ട് അല്ലെങ്കിൽ ഗൾഫ് രാജ്യം എന്ന് പറയുന്ന ഖത്തർ ഈ പറയുന്ന തുർക്കിയോട് അനുകൂലിക്കുന്ന നിലപാടല്ലേ സ്വീകരിക്കുന്നത്? അതെ, ഖത്തർ ആ കൂട്ടത്തിലാണ്. പക്ഷെ ഖത്തർ കുറച്ച് മാറി നിൽക്കും. വേറൊരു ഇപ്പൊ നടന്ന സംഭവം എന്താന്ന് വെച്ചാൽ, നമ്മൾ കുറെ പ്രതിനിധി സംഘങ്ങളെ അയച്ചില്ലേ വിദേശത്തേക്ക്. അപ്പൊ പാകിസ്ഥാൻ മലേഷ്യൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു
ഇന്ത്യയുടെ പ്രതിനിധി സംഘത്തിന് നിങ്ങൾ സ്വീകരിക്കരുതെന്ന്. നിങ്ങൾ പോയി വേറെ പണി നോക്കുന്നതാണ് മലേഷ്യ പറഞ്ഞത്. അത്രയും ബന്ധമാണ് ഇന്ത്യയായിട്ട് അല്ലേ? ഇന്ത്യയുമായിട്ട് വലിയ കച്ചവട ബന്ധങ്ങളുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ആ നിർദ്ദേശം അവർ നേരെ എടുത്ത് ചവറ്റുകൊട്ടയിലേക്ക് ഇടുകയാണ് ചെയ്തത്. അത് അധികം ചർച്ച ചെയ്യാതെ ഇരിക്കുന്ന ഒരു സംഭവമാണ് അങ്ങനെ മലേഷ്യ പാകിസ്ഥാനെ സ്നാബ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ മിഡിൽ ഈസ്റ്റിൽ 2 ചേരിയുണ്ട്. അപ്പോൾ അതിലെ ഈ ഒരു ചേരി നമ്മൾ ഈ പറഞ്ഞ തുർക്കി വിരുദ്ധ ചേരി എന്നൊക്കെ നമുക്ക് പറയാവുന്ന, അല്ലെങ്കിൽ ഖത്തർ വിരുദ്ധ ചേരിയോ, ഇവരൊക്കെ ഇസ്രയേലിൽ നിന്ന് ആയുധം വാങ്ങുന്നുണ്ട്. അത് വലിയ മാറ്റമാണ്. ഇപ്പോൾ ഇസ്രയേലുമായിട്ട് നമ്മൾ ചില ആയുധ ഇടപാടുകൾ നടത്തുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ സ്റ്റുഡിയോയ്ക്കെതിരെ വലിയ പ്രശ്നവും കുറേ സുഡാപ്പികൾ, കുറേ മുസ്ലിം വിഭാഗത്തിലുള്ളവരുണ്ടാകും. അങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ ഇസ്രയേലുമായിട്ട് ആയുധ കരാറിലൊക്കെ ഏർപ്പെടാൻ ഈ ഗൾഫ് രാജ്യങ്ങൾ തയ്യാറാകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഈ പ്രതിഷേധങ്ങളെല്ലാം പൊളിഞ്ഞടുങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയം. ആ പ്രതിഷേധക്കാരോടാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾ പോയി UAE-യിലും ബഹ്റൈനിലും പ്രതിഷേധം സംഘടിപ്പിക്കേ. അവർ ഇസ്രയേലിൽ നിന്ന് ആയുധം വാങ്ങുന്നു. അത് ചെയ്യില്ല. ചങ്കൂറ്റമുണ്ടോ? നമുക്ക് വെല്ലുവിളിക്കാം. ചങ്കൂറ്റമുണ്ടോ സുഡാപ്പികൾക്ക്? UAE-യും ബഹ്റൈനും മറ്റേ ആയുധങ്ങൾ വാങ്ങുന്നു ഇസ്രയേലിൽ നിന്ന്. 2024 അറബ് രാജ്യങ്ങളാണ് 12% ആയുധം വാങ്ങിയിരിക്കുന്നത്. UAE-യിലും ബഹ്റൈനിലും നിങ്ങൾക്ക് പ്രതിഷേധം സംഘടിപ്പിക്കാൻ ചങ്കൂറ്റമുണ്ടോ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.